സംസ്ഥാന സർക്കാരിനെതിരെയും SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയ്ക്കെതിരെയും രൂക്ഷ വിമർശനവുമായി സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ്. വിദ്യാർത്ഥികളുടെ ആക്രമണത്തിനു പിന്നിൽ ആർഷോ നേതൃത്വം നൽകുന്നു. ആർഷോയാണ് ഇതിന് പിന്നിൽ. ആർഷോയെ പ്രതി ചേർക്കണം. CBI അന്വേഷണം സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചു. ഡീനെതിരെയും ആരോപണ വിധേയരായ പെൺകുട്ടികൾക്കെതിരെയും നടപടിയെടുത്തില്ലെങ്കിൽ ക്ലിപ്പ് ഹൗസിന് മുൻപിൽ സമരം ആരംഭിക്കുമെന്നും ജയപ്രകാശ്. എന്നെ ചതിച്ചല്ലോ. എല്ലാം കേരള സർക്കാർ എന്നെ ചതിച്ചു, അങ്ങ് ചതിക്കുഴിയിൽ വീഴ്ത്തി. ആദ്യം പോലീസ് ഭരണം, പോലീസ് അന്വേഷണം ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ എന്നെ പറഞ്ഞു പറ്റിച്ചു. രണ്ടാമത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് CBI അന്വേഷണം തരാം, ഇപ്പോൾ തരാം, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതൊരു 10-15 ദിവസം 20 ദിവസം പറഞ്ഞ് അതെന്നെ പറഞ്ഞു പറ്റിച്ചു. അക്ഷയ് എന്ന് പറഞ്ഞാൽ MM മണിയുടെ ചിറകിൻ്റെ അകത്ത് കിടക്കുന്ന അഭയം പ്രാപിച്ച് കിടക്കുന്ന അക്ഷയ്, അവനെ തുറന്നുകൂടി. എന്തിനാണ് MM മണി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ വെളിയിലിട്ടിട്ട് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യും. ഇതെല്ലാം ഉന്നയിച്ചിട്ട് തന്നെയാണ് ഞാൻ ഉറപ്പായിട്ട് പോകും, ക്ലിപ്പ് ഹൗസിൽ പോകും. പിന്നെ 8 മാസത്തോളം അവനെ പീഡിപ്പിച്ചത്, 8 മാസത്തോളം ഡെയിലി എല്ലാ ദിവസവും പീഡിപ്പിച്ചിട്ട് അവനെതിരെ അതിന് ഫുൾ സപ്പോർട്ട് കൊടുത്ത ആ SFIയുടെ ഈ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ്, അവൻ്റെ പങ്കെന്തിന് അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് പോലീസ് അവരിലേക്ക് പോകുന്നില്ല? ഇതെല്ലാം ഉന്നയിച്ചിട്ട് ഞാൻ ഉറപ്പായിട്ട് ഞാൻ പോകും. എനിക്ക് സമരത്തിൽ നിന്ന് യാതൊരു വീഴ്ചയും മാറ്റമില്ല. പിന്നെ CBI അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടിയ ഒരു പേപ്പർ കൊണ്ടുപോയി ഡൽഹിയിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ഞാൻ 20 ദിവസമായിട്ട് ഇറങ്ങിക്കയറി നടന്നിട്ട് കിട്ടാത്തൊരു പേപ്പർ 2-3 മണിക്കൂർ കൊണ്ട് പെട്ടെന്നൊരു പേപ്പർ കിട്ടിയിട്ട് ഒരു പ്രഹസനം, ആഭ്യന്തര മന്ത്രാലയത്തെ അന്വേഷണം, എന്നിട്ട് ഒരു 3 പേരെ സസ്പെൻഷൻ. ഇതെന്നാ കണ്ണിൽ പൊടിയിടുന്ന അവരാരും ഇത് വിചാരിച്ചാൽ കണ്ണിൽ പൊടിയിട്ടിട്ട് ചുമ്മാ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ. അഖിൽ പാലട്ടോടം ചെയ്തു. അഖിൽ, ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ, ഗുരുതരമായ ആരോപണങ്ങളാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് മുന്നോട്ട് വെക്കുന്നത്. ഇതിനോട് പ്രതികരിക്കാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയോ CPM നേതാക്കളോ ഒന്നും തയ്യാറായിട്ടില്ല. മാത്രമല്ല, തന്നെ ചതിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ഒരു പിതാവ് എത്തിയിരിക്കുന്നു സംസ്ഥാനത്ത്. അഖിൽ, ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും സംരക്ഷണം ഒരുക്കേണ്ട പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് ഉമേഷ്, മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ആ മുഖ്യമന്ത്രിയിൽ വിശ്വാസം അർപ്പിച്ചാണ് മരണപ്പെട്ട തന്റെ മകന്റെ വേണ്ടി നീതി ലഭിക്കുമെന്ന് പറഞ്ഞ ഒരു അച്ഛൻ ക്ലിപ്പ് ഹൗസിലേക്ക് എത്തുന്നത്. 41 ഒരു മരണം നടന്ന 41 ദിവസത്തിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ അരികിലേക്ക് പോവുകയാണ് തന്റെ മകന് നീതി ലഭിക്കണമെന്ന ആവശ്യവുമായി അച്ഛൻ. അന്ന് സമരത്തിലുണ്ടായിരുന്ന മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളോടും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളോടും എല്ലാം തന്നെ നിങ്ങൾ ഈ സമരത്തിൽ നിന്നും പിന്മാറണം, എനിക്ക് നീതി ലഭിക്കാൻ മുഖ്യമന്ത്രി വാക്കു നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ ജയപ്രകാശ് തന്നെ ഇന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു പറ്റിക്കുകയാണ്, സർക്കാർ തന്നെ വഞ്ചിച്ചു എന്ന ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തുന്ന കാഴ്ച കാണുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രധാനപ്പെട്ട പെൺകുട്ടികൾ അടക്കമുള്ള പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് അത് സർക്കാരാണ്, CPM ആണ്, ഉന്നതമായ CPM നേതാക്കളാണ് എന്ന ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ CPM SFIയുടെ സംസ്ഥാന നേതാവ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് PM ആർഷയുടെ പേരെടുത്തു പറയാൻ ഇപ്പോൾ ഈ സിദ്ധാർത്ഥൻ അച്ഛൻ തയ്യാറായിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആർഷോ ആ ക്യാമ്പസിലെ വിദ്യാർത്ഥിയല്ല, എന്നിട്ട് പോലും എന്തിനാണ് ആ ക്യാമ്പസിലേക്ക് ആർഷോ പല തവണ പോയത്? ആർഷോ എന്തിനാണ് ആ ക്യാമ്പസിന്റെ പരിസരത്ത് പോയത് എന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ചോദിക്കുന്നു. തന്നോട് പലതവണ സിദ്ധാർത്ഥ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആർഷോ ആ ക്യാമ്പസിലേക്ക് എത്തുന്നു, അവിടെ ആർട്സ് നടന്നാലും സ്പോർട്സ് നടന്നാലും ആ ക്യാമ്പസിൽ എന്ത് പരിപാടി നടന്നാലും ആർഷോ ആ ക്യാമ്പസിലേക്ക് എത്തുന്നു എന്ന് പറയുന്നു. പക്ഷേ തന്റെ മകൻ ഇനി ഇല്ലാത്തത് കൊണ്ട് ഇതിന് തെളിവില്ല എന്ന് പറഞ്ഞാൽ ആർഷോയുടെ കഴിഞ്ഞ 8 മാസത്തെ കോൾ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കണം. ആ കോൾ ലിസ്റ്റ് പരിശോധിക്കുന്ന സമയത്ത് ആർഷോ പൂക്കോട് ക്യാമ്പസിന്റെ ഭാഗത്ത് എത്ര തവണ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തന്നെ കുടുംബത്തെയും ഇനിയും പറഞ്ഞു പറ്റിക്കാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തയ്യാറാകരുത് എന്ന ഗുരുതരമായ ഒരു ആരോപണം സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് മുന്നോട്ട് വെക്കുന്നു. ഇനി തന്നെ പറ്റിച്ചാൽ തന്നെ കബളിപ്പിച്ചാൽ ക്ലിപ്പ് ഹൗസിന് മുമ്പിലായിരിക്കും തന്റെ സമരം ഉണ്ടാവുക. ആ സമരം ഏത് രൂപത്തിലായിരിക്കും, ഏത് ഭാവത്തിലായിരിക്കും, ഏത് ഘട്ടത്തിലായിരിക്കും എന്നുള്ള കാര്യം തനിക്ക് പറയാൻ സാധിക്കില്ല. താൻ അവിടെ തന്നെ സമരവുമായി വരും. താൻ അവിടെയാണ് ചതിക്കപ്പെട്ടത്, തന്നെ പറഞ്ഞു പറ്റിച്ചത് അവിടെയാണ് എന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറയുകയാണ് ഉമേഷ്. എന്നാൽ അഖിൽ, ഇതിനോടൊന്ന് പ്രതികരിക്കാൻ നമ്മളിപ്പോൾ നിരവധി തവണ അഖിൽ ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത സമയത്ത് അച്ഛൻ്റെ പ്രതികരണം വന്ന ആദ്യ സമയത്ത് തന്നെ ആർഷോ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോട്, SFIയുടെ നേതാക്കന്മാരോട്, CPMന്റെ നേതാക്കന്മാരോടൊക്കെ പ്രതികരണങ്ങൾ തേടുന്നു. അവർ ആരും ഒരു അക്ഷരം മിണ്ടാൻ തയ്യാറാവുന്നില്ല.
അത് പ്രതികരിക്കാൻ സാധിക്കില്ലല്ലോ ഉമേഷ്. കാരണം സ്വാഭാവികമായിട്ട് ഞാൻ കഴിഞ്ഞ വാർത്തയിൽ തന്നെ പറഞ്ഞു, ആർഷയോട് നമ്മൾ പ്രതികരണം ചോദിച്ചാൽ തന്നെ ആർഷ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാപ്സൂള് ഇത് SFIയെ തകർക്കുന്നതിലേക്ക് വേണ്ടി, SFIയെ ഇല്ലാതാക്കുന്നതിലേക്ക് വേണ്ടി 35 രക്തസാക്ഷികളുള്ള ഈ മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുന്നതിലേക്ക് വേണ്ടി മാധ്യമങ്ങൾ കെട്ടിച്ചമക്കുന്നതാണ് എന്ന കൃത്യമായ ഒരു ക്യാപ്സൂൾ ആയിരിക്കും SFIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. കാരണം കഴിഞ്ഞ വാർത്തകളിലൊക്കെ ഇതിനു മുമ്പും SFI പ്രതിക്കൂട്ടിൽ വന്ന എല്ലാ വാർത്തയിലും ആർഷയുടെ ഭാഗത്തു നിന്ന് ആദ്യം കേട്ട വാക്ക് ഇത് തന്നെയാണ്.